ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ ഉടായിപ്പേ. എന്താന്ന്? ബഹുമാനപ്പെട്ട അമ്മേ, മാഡം വിളിക്കുന്നു. എന്തൊരു പുല്ലിനെ? അവരെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്റെ വാ അടപ്പിക്കാനല്ലേ? ഞാൻ അങ്ങ് അമേരിക്കൻ കോളില് ഇംഗ്ലീഷ് സംസാരിക്കാണെന്ന് ചെന്ന് പോയി പറ. പറ്റില്ല. താൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അവരെ കണ്ടാൽ അറിഞ്ഞൂടെ പാവങ്ങളും ശുദ്ധരുമാണെന്ന്. താനേ ധൈര്യമായിട്ടിരിക്കാം. എടാ അഴുക്ക പയലേ, എടാ ആ അഴിവിയെ നൊത്തോലിയില്ലേ, നീ അതൊന്നും എടുത്ത് കളയാൻ നിക്കല്ലേ. നീ അതിലെ കുറച്ച് പരലുപ്പൊക്കെ എടുത്തിട്ട് ആ വെയിലത്ത് വെച്ച് നല്ലോണം അങ്ങോട്ട് ഉണക്ക്. അതപ്പോ ഉണക്കമീനാവൂലേ. അത് കഴിഞ്ഞ് നമുക്ക് 2 ദിവസം കൊണ്ട് അതങ്ങ് വിറ്റ് തീർക്കാന്ന് ആരും അറിയൂല. ഓ ആ പിന്നെ ആ അയലയും ചൂരയും നീ ഒരു കാര്യം ചെയ്യ്, കുറെ ഐസൊക്കെ എടുത്തിട്ടേ മറ്റേ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ബ്രിഡ്ജ്. എടാ ആ തണുപ്പിക്കുന്ന സാധനം ഇല്ലേ, അതിലങ്ങ് തള്ളി കയറ്റി വൈ. ഓ ഞാനിപ്പോ ഒരു റിസോർട്ടില് എടാ ഒരു വമ്പൻ ഗോള് ഒത്തുവന്നിട്ടുണ്ട്. എടാ അഴുക്കപ്പയില, ഞാൻ ഇതൊക്കെ അങ്ങ് ചന്തി വന്നിട്ട് പറയാം. ഇപ്പൊ പറയാൻ പറ്റൂല. ഇത് ഞാൻ വയ്ക്കട്ടാ, ഞാൻ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാവേ. ആ ശരി. അല്ല, അർജുൻ ആദ്യമായിട്ട് ഐശ്വര്യമോളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ നേരിട്ട് മോളെ പരിചയപ്പെട്ടതിന് ശേഷം മോളെ എനിക്ക് ഇഷ്ടമായത്. ഇവൾ ആർക്കും ഇഷ്ടമാവും. അങ്ങനല്ലേ ഞാനും തമ്പുരാട്ടും കൂടി ഇവളെ വളർത്തിയെടുത്തത്. നിങ്ങളുടെ മോന്റെ ഭാഗ്യമാണ്. ഇനി അവന് വച്ചടി കയറ്റമായിരിക്കും. ഓഫായി കിടക്കാൻ നിങ്ങളെ പ്ലെയിനൊക്കെ ഇനി താനെ സ്റ്റാർട്ടായിട്ട് പോവും. അത്രയ്ക്ക് ഭാഗ്യം എന്റെ മോള് അല്ലേ. കാർത്തിക തമ്പുരാട്ടി എവിടെ? ആരോടോ ഫോണിൽ സംസാരിക്കോ, വരാന്ന് പറഞ്ഞു. നീ അവളോട് വരാൻ പറ, ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞാ മതി. ചെല്ലേ. എപ്പോഴും ഫോണിൽ കളിയാണ്. ഞാൻ വിളിക്കണമെന്ന് പറ, ചെല്ലങ്ങോട്ട്. എന്നെ ഭയങ്കര പേടിയാണ്. ഇപ്പൊ വരും ഇല്ല മോളെ. അച്ഛനും അമ്മയ്ക്കും തിരിച്ചു പോവാനുള്ള ഡേറ്റ് ഉടനെ ഫിക്സ് ചെയ്യണം. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാ. എന്തിനാ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫ്ലൈറ്റിൽ പോയാ പോരെ. ഞാൻ അർജുനോട് പറയാം. അത് ശരിയാ, വെറുതെ ബുക്ക് ചെയ്യണ്ട. ഉള്ള ചിലരുടെ കയ്യിരിക്കുമല്ലോ. ഹലോ ഉടായിപ്പേ. എന്താന്ന്? ബഹുമാനപ്പെട്ട അമ്മേ, മാഡം വിളിക്കുന്നു. എന്തൊരു പുല്ലിനെ? അവരെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്റെ വാ അടപ്പിക്കാനല്ലേ? ഞാൻ അങ്ങ് അമേരിക്കൻ കോളില് ഇംഗ്ലീഷ് സംസാരിക്കാണെന്ന് ചെന്ന് പോയി പറ. പറ്റില്ല. എന്ത് പറ്റാതെന്ത്? കൈയോട് കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞത്. ആ തള്ളച്ചാതൊക്കെ അവിടെ ഇരുന്ന് പറയും. അതെ കൊച്ചേ, ഞാനങ്ങ് ഓസ്ട്രേലിയയിലായതുകൊണ്ട് അറിയാൻ വയ്യ ഇങ്ങോട്ട് ചോദിക്കുകയാണേ. ആ പെണ്ണുപിള്ള ആളെങ്ങനെ? ഇച്ചിരി ചിക്കിലേക്കുള്ള കൂട്ടത്തിലുള്ളത് തന്നെ. വലിയ ജാടയാണെന്നുള്ള കാര്യം മനസ്സിലായി. അല്ല ആ തള്ളക്കേ വല്ല തലയ്ക്ക് ചെറിയ അസുഖമുള്ളതായിട്ട് കൊച്ചിനെങ്ങാനും തോന്നിയാ? അത് മനസ്സിലായില്ലേ? എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കിളി പോവും. എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ഞാൻ കരുതിയത് ഉള്ളത് എന്നല്ലേ? ഓ ഉള്ളത് തന്നെ. അയ്യേ, അപ്പൊ നീ നമ്മളെ ആളാണല്ലേ? പിന്നെ ഐശ്വര്യ ചേച്ചി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കണ്ട നിങ്ങളുടെ മോളാണെന്ന് പറയേയില്ല. ഐശ്വര്യ അതാര്? നിങ്ങളുടെ മോള്. എന്റെ ഈ മോള്. അയ്യോ, അവക്ക് കിട്ടിയിരിക്കുന്നതേ എന്റെ അമ്മേരെ ചായയാ. ഓ എല്ലാരും പറയും ഞാനുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. എന്റെ സ്വന്തം ആ പെണ്ണിന് കിട്ടിയിട്ടുമില്ലെന്ന്. മാഡത്തിന്റെ അമ്മ രാജകൊട്ടാരത്തിലാണെന്നല്ലേ പറഞ്ഞേ? ഓ തന്നെ. കൊച്ചിലെ ഞങ്ങളങ്ങ് കൊട്ടാരത്തിലായിരുന്നു. അപ്പോ വാൾപ്പയറ്റൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടാന്നാ? എത്ര തവണ ഞാനിങ്ങനെ വാള് നിരത്തി വച്ചേക്കണ്. അത് മാത്രോ? പിന്നെ
മറ്റേ വാളെടുത്ത് ഒരു ഒറ്റ വെട്ടി വെട്ടി വെക്കുമ്പോണ്ടല്ല ചൂരയുടെ തല വേറെ ചത വേറെ ആയിട്ട് കിടക്കും. ചൂരയുടെയോ? അയ്യോ ചൂരല്ല, അത് മീന്. ഇത് ചോര ചോര. പിന്നുണ്ടല്ല ചോരക്കളായി കൊട്ടാരം മൊത്തം. അപ്പോഴേ നീ ഈ ഉമ്പിടിത്തങ്ങന്ന് കേട്ടിട്ടുണ്ടോ? ആ തലമുറയിലെ അവസാന കണ്ണിയാണ് ഈ ഞാൻ. അപ്പൊ നിങ്ങളുടെ മകള് ലക്ഷ്മിയോ? ലക്ഷ്മി തന്നെയാണ് അവസാനത്തെ കണ്ണി. അപ്പൊ ഇതിനു മുമ്പേ പറഞ്ഞതോ നിങ്ങളാന്ന്? അപ്പൊ വേറെ വല്ലതും കേട്ടാ? അതെ, ഈ കടൽക്കാറ്റ് അടിച്ചിട്ടായിരിക്കും മാറി കേട്ടത്. ലക്ഷ്മി തന്നെയാണ് അവസാന കണ്ണി. ലക്ഷ്മി ചേച്ചിയുടെ അമ്മ. വേഗം വാ. ഒരു കാര്യം ചെയ്, അപ്പൊ നീ അങ്ങോട്ട് ചെല്ല്. എനിക്ക് 2-3 അമേരിക്കയിലേക്ക് കോള് വിളിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്തേ? ഇപ്പോഴാവുമ്പോ അവൾ ഒറ്റയ്ക്കാ. ഇഷ്ടം പറയാൻ പറ്റിയ സമയം. അല്ല, പിള്ള പോയില്ലേ? പിള്ള പോ, ചെല്ലി. ഞാൻ അങ്ങ് വന്നേക്കാം. എന്തേ? പോ. എടോ, ഇതെവിടെ നീ ശബ്ദം? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വളച്ചു കെട്ടാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. ആദ്യം കണ്ടപ്പോ തന്നെ ചെറിയൊരു ഇഷ്ടം തോന്നിയിരുന്നു. കുറെ ആലോചിച്ചിട്ടാ ഞാൻ പറയുന്നേ. തന്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. തന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരു രാജകുമാരിയെ പോലെ തനിക്ക് എന്റെ കൂടെ കഴിയാം. ഈ ഇഷ്ടം നേരത്തെ തന്നോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. തന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയില്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമാവും. എങ്കിലും തന്റെ മനസ്സിലെന്താന്ന് പറ. അതറിയാതെ എനിക്കൊരു സമാധാനമില്ല. അതാ, പറ, എന്തായാലും പറ. എന്നോടൊപ്പം ജീവിക്കാൻ തനിക്ക് സമ്മതാണോ? സമ്മതം. ചക്രക്കുട്ട, ചുന്ദര.